പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനപഠനവുമായി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു പാസ്റ്റർ, അതുപോലെ എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സാജു ബ്രദർ ഓർപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ഒരു പ്രത്യേകമായ ഒരു ആത്മീയമായ വേറൊരു എലിവേറ്റഡ് ലെവലിൽ, അതായത് ആ പുത്രത്വത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്ന വചനങ്ങളൊക്കെയും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ള വചനങ്ങളാണ്. ഹല്ലേലൂയ. ആ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നടക്കാതെ വരുമ്പോൾ നമ്മൾ അതിനെ വ്യക്തമായി ഒന്ന് പഠിച്ചാൽ, അനലൈസ് ചെയ്താൽ, അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരികയും അത് നമ്മളെ പുതിയ ചില കാര്യങ്ങളിലോട്ട് നമ്മളെ പ്രകാശിപ്പിച്ച് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി നമ്മളെ ആ പാതയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. ഞാൻ ഈ വചനങ്ങൾ മിക്കവാറും എല്ലാം പറയുന്നത്, അല്ലെങ്കിൽ വെളിപ്പെട്ടു വരുന്നത്, എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ചില പർട്ടിക്കുലറായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില തടസ്സങ്ങളായി, ചില സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ആയിട്ട് വരുന്ന ആ ഒരു കാര്യത്തെ, അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ, എങ്ങനെ മുന്നോട്ട് പോകും, എന്താണ് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ സിസ്റ്റം. കുറച്ച് എനിക്കത് ദൈവം എന്നെ അത് മുന്നോട്ട് നടത്തിയേ പറ്റൂ. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഞാൻ അനുഭവിച്ച് അറിഞ്ഞതും കൂടെ ഉള്ള ഒരു വേദഭാഗങ്ങളാണ് മിക്കവാറും ഈ വെനസ്ഡേ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് കേവലം അതൊരു തിയറി സബ്ജക്റ്റ് അല്ല. ജസ്റ്റ് ഒരു തിയോളജിയിൽ, ഇറ്റ് ഈസ് മൈ ലൈഫ്, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഞാൻ അതിനകത്താണ്, അതിലൂടെ പോയതാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വചനങ്ങളൊക്കെയും നമ്മുടേതായ ചില പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും സൊല്യൂഷനായി വരും. കാരണം മിക്കവാറും നമ്മുടെ ലൈഫിലോട്ട് ശരിക്കും ഒന്ന് നോക്കുമ്പോഴും, വചനത്തിലോട്ട് ശരിക്കും ഒന്ന് നോക്കുമ്പോഴും, വചനത്തിലെ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് കിടക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ വേറൊരു സ്ഥലത്ത് കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്കൊരു സംശയം തോന്നാം. കാരണം നമ്മൾ ശരിക്കും ഹല്ലേലൂയ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പിന്നെ എന്താണ് ഇങ്ങനെ? അപ്പൊ ഇങ്ങനത്തെ പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കേണ്ടി വന്നിട്ട് ദൈവം എന്നെ പഠിപ്പിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി. വചനത്തിലാണ് സൊല്യൂഷൻ ഇരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൽ നമുക്ക് ഒരു സൊല്യൂഷനും ഒരു വിശ്വാസിക്ക് കിട്ടത്തില്ല. വചനത്തിലാണ് സൊല്യൂഷൻ. വചന സിസ്റ്റത്തിലൂടെ നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. വചനത്തിൻ്റെ സിസ്റ്റത്തിലൂടെ നമുക്ക് ജയമെടുക്കുവാനും പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ സമയം ദൈവം കാണിച്ചു തരുന്ന ഈ വചനങ്ങളൊന്നും ഒരു കഥയല്ല. കർത്താവ് ആ ഒരു സംഭവങ്ങൾ നമ്മൾ ആ ലെവലിലോട്ട് ഉയരേണ്ടതുമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും പഠിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒറിജിൻ എന്ന് പറയുന്നത് ആ മത്തായി സുവിശേഷത്തിൽ ആ ഒരു പ്രാർത്ഥനയിൽ, ആ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, അല്ലെങ്കിൽ സാത്താൻ്റെതായ പല തന്ത്രങ്ങൾ, സിസ്റ്റങ്ങളുണ്ട്. നമ്മളത് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് ജയമെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന വേറെ കുറച്ച് സാത്താനികമായ തന്ത്രങ്ങളെ ഓവർകം ചെയ്യണം. കാരണം നമ്മൾ ജയാളികളായി ജയിച്ച് അവൻ്റെ സന്നിധിയിലെത്തണം. ജയിക്കുന്നവർക്കാണ് വാടാത്ത കിരീടം, ജയിക്കുന്നവർക്കാണ് ട്രോഫി.
ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ തോറ്റു പിന്മാറിയാൽ, നമ്മൾ ഈ വിശ്വാസ യാത്രയില് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു പുരുഷായുസ്സ് മൊത്തം നമ്മൾ ഇതിന്റെ പേരും ചുമന്ന് നടന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഫെയിലായി പോയാൽ, നമ്മൾ ഈ ലൈഫ് മൊത്തം ഇവിടെയും നമ്മൾ ഒരു പ്രത്യേകമായ ഒരു ലൈഫ് നയിച്ചു. പിന്നെയും നമ്മൾ ഒരു പരാജയത്തിന്റെ അവസ്ഥയിലോട്ട് ആമേൻ പോകാനല്ല യേശു വിളിച്ചത്. അവനോട് കൂടെ ജയം പ്രാപിക്കുന്ന ജയാളികളെയാണ് ഹല്ലേലൂയ അവന് ഹല്ലേലൂയ ആവശ്യം. ആ ജയത്തിൻ്റെതായ ആ യഥാർത്ഥ സുവിശേഷത്തിന്റെ ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇലിസ്ട്രേഷനാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രാപിക്കാനുള്ള, പ്രാക്ടിക്കലായിട്ട് നമ്മൾ അത് ഓരോ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വചനങ്ങളാണ് ദൈവം ഈ ദിവസങ്ങളിൽ ഈ പഠന ആ ശൃംഖലയിലൂടെ നമ്മൾക്ക് പകർന്നു നൽകുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുവാനുള്ളത്. ഞാനത് വേഗത്തിൽ തന്നെ അതിനകത്തോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മർക്കോസിന്റെ പുസ്തകം അവസാനത്തെ അധ്യായം 16-ാം അധ്യായം 16 മുതൽ താഴോട്ട് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16 മുതൽ താഴോട്ട്, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ വേദഭാഗം ഒന്ന് സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഓക്കെ, ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസമുണ്ട്, വളരെ സുഖമുണ്ട്. കാരണം നമ്മളൊക്കെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവനാണ്. ഉറപ്പായിട്ടും നമുക്ക് രക്ഷയുണ്ട്. പക്ഷേ ഇവിടെ ഈ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പ്രശ്നമാകണം. അല്ല, അത് കുറച്ചുകൂടെ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. അതെന്താണെന്ന് വെച്ചാൽ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതശാന്തി ഉണ്ടാവണം, അല്ലെങ്കിൽ ഭൂതശാന്തി ഉള്ള സംഭവം വേണം. പുതുഭാഷ സംസാരിക്കും നമ്മൾ. അന്യഭാഷ വേണം, അന്യഭാഷ അല്ലെങ്കിൽ പുതുഭാഷകൾ വേണം. അത് പിന്നെ നമുക്ക് കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് അത്രയും ഒരു എംഫസിസ് കൊടുക്കുന്നില്ല. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അതൊരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. കൂടുതലും ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്നുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കിയാൽ, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോ ഈ അടയാളങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരിക്കല് ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാരെ വിട്ട് ചോദിച്ചു, ഈ വരാനുള്ളവൻ ശരിക്കും നീ തന്നെയാണോ? അങ്ങനെ ചോദിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ ഉത്തരങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു, കർത്താവിൻ്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു, വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളെയും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും
പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കുവിൻ. ആമേൻ. അപ്പോൾ ഇന്നവേ നമ്മളിപ്പോൾ വായിച്ച കാര്യവും യേശു പറഞ്ഞ ഉത്തരവും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. യെസ്, എനിക്ക് വളരെ വിഷമത്തോടെ നമ്മൾ അടങ്ങുന്ന പാരമ്പര്യമായ ആ അതായത് നമ്മൾ IPC അടക്കം, അല്ലെങ്കിൽ പലപ്പോഴും AGO, അല്ലെങ്കിൽ അസംബ്ലി ചർച്ച കോഡോ, അങ്ങനെ പല പല അതായത് ഈ നമ്മുടെ ഈ പാരമ്പര്യമായ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും പ്രശ്നമുള്ളതാണ്. ശരിക്കും പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കും പ്രശ്നമാണ്. കാരണം യേശു ഞാൻ ദൈവപുത്രനാണെന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി നിരത്തിയ വാക്യങ്ങൾ തന്നെയാണ് പിന്നീട് യേശു ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അത്ഭുതമില്ല, രോഗശാന്തിയില്ല, അവിടെ അടയാളമില്ല, അവിടെ ഭൂതശാന്തിയില്ല. സാത്താന്റെ പിടുത്തത്തിൽ പെട്ട് വർഷങ്ങളായിട്ട് പലരും തടവിലായിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഈ വാക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ യേശുവിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കുന്നില്ല. there is something wrong in our spiritual system. ഒരു ഉറപ്പുമില്ല യേശു വന്നാൽ പോകുന്നു. സീരിയസ്ലി, I will prove it. കാരണം ഹല്ലേലൂയ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി ഇഗ്നോർ ചെയ്യാതെ, കണ്ണടയ്ക്കാതെ, യഥാർത്ഥമായി അതിനോട് കണ്ണു തുറന്ന് നോക്കിയാൽ ഹല്ലേലൂയ നമുക്കതിനകത്ത് സൊല്യൂഷൻ കിട്ടുകയും യഥാർത്ഥമായി യേശു ഉദ്ദേശിച്ച ലെവലിൽ നമ്മുടെ കാര്യങ്ങൾ ഫിക്സാക്കി അവന്റെ പ്രത്യക്ഷതയിൽ ഉറപ്പോടിരിക്കുവാനും കഴിയും. ഹല്ലേലൂയ. ഞാനത് പ്രൂവ് ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനകത്ത് ഒരു പക്ഷേ എല്ലാവർക്കും ആ സംഭവങ്ങളൊക്കെ അറിയാമായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് അതായത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമോയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാണ്. ഈ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അതിനകത്ത് എസൻസ് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ അതായത് ആ വലിയ ആ വലിയ ഗുഹയുടെ, അല്ലെങ്കിൽ ആ ഒരു കല്ലറയിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് യേശു. ഇവർക്ക് അറിയാത്തോണ്ടല്ല. അതായത് ആ ഒരു ഗുഹാമുഖം ഒരു വലിയ കല്ല് വെച്ചടക്കുകയും അവിടെ റോമൻ പടയാളികളെ കാവലാക്കുകയും ചെയ്തിട്ട് ഒരു വലിയൊരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ അതത്ര ഈസി അല്ല. അവർ ചുമ്മാ പോയി പൂശി വരാൻ പറ്റില്ല. എന്നാലും യേശുവിനോടുള്ള സ്നേഹം നിമിത്തം, യേശുവിനോടുള്ള ആ ഒരു ഡെഡിക്കേഷൻ നിമിത്തം മഗ്ദലക്കാരത്തി മറിയും ബാക്കി സഹോദരിമാരും കൂടെ പൈസ കൊടുത്ത് വാങ്ങി തൈലം മേടിച്ച് അവനെ പൂശേണ്ടതിന് ചെന്നു. അപ്പോഴും അവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, ഇതാരെ കല്ലെടുത്ത് മാറ്റും. ആമേൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കണമേ, അതായത് അങ്ങനെ ചില തടസ്സങ്ങൾ അവിടെ ഉണ്ടായിട്ടും സ്നേഹത്തിന്റെ കൂടുതൽ നിമിത്തം, യേശുവിനോടുള്ള ഡെഡിക്കേഷൻ നിമിത്തം അവർ പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ മഗ്ദലക്കാരത്തി മറിയുടെ പേര് മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് പുള്ളിക്കാരിയാണ് അതിന്റെ ടീം ലീഡർ. അതായത് അവളെ രക്ഷിച്ചതാ. പാപിനിയായി കിടന്നപ്പോൾ, ഹല്ലേലൂയ, ആർക്കും വേണ്ടാതിരുന്നപ്പോൾ അവളെ രക്ഷിച്ചതാ. അവിടെ സഹോദരനെ ഉയർപ്പിച്ചതാ. അങ്ങനെ ഭയങ്കരമായ ഹല്ലേലൂയ, ഭയങ്കര കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം അവിടെ ചെയ്തതാ. ആമേൻ. ഹല്ലേലൂയ. അവൾക്ക് ആ യേശുവിനെ അങ്ങ് മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതൊന്നുമല്ല. അതിനുശേഷം അവള് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. ദൂതം വന്ന് പ്രത്യക്ഷമായി കാര്യം പറഞ്ഞു. എന്നിട്ട് ഇവള് കരഞ്ഞുകൊണ്ടിരുന്നു. യേശു വന്ന് പ്രത്യക്ഷമായി കാര്യം പറഞ്ഞു. എന്നിട്ട് യേശു എന്താ പറഞ്ഞേ? അവിടെ 9-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 16-ന്റെ 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോട് കൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു, അവൻ ജീവനോടിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല.
പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 14 വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. താൻ തന്നെ ഉയിർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായ്കയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇത് യേശു പറഞ്ഞ വചനം തന്നെയല്ലേ സ്വന്തം ശിഷ്യന്മാരെ കുറിച്ച്? ഇനിയാണ് പ്രാക്ടിക്കലായിട്ട് പോകേണ്ട കാര്യം. ഈ ശിഷ്യന്മാരുടെ അത്രയും യേശുവിനെ അറിയുന്ന വ്യക്തികളാണോ നമ്മൾ? സ്വാഭാവികമായിട്ടും അല്ല. യേശുവിനോട് കൂടെ നടന്ന് എല്ലാ അത്ഭുതങ്ങളും കണ്ട് അനുഭവിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, ലാസറെ ഉയിർപ്പിച്ചത്, യെസ് എന്ന് വേണ്ട പത്രോസും അതുപോലെ യോഹന്ന യാക്കോബൊക്കെ അതിൻ്റെ ആ ട്രാൻസ്ഫിഗറേഷൻ കണ്ടത്, എന്ന് വേണ്ട പല കാര്യങ്ങളും ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞ ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാരെ കുറിച്ച് യേശു ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അതായത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഇവരാരും വിശ്വസിക്കുന്നില്ല. കണ്ടിട്ട് പറഞ്ഞ ആൾക്കാരുടെ വാക്ക് പോലും സ്വന്തം ശിഷ്യന്മാർ വിശ്വസിക്കുന്നില്ല. യേശുവിനെ കുറിച്ച് ശരിക്കും, അതായത് ഈ സഹോദരിമാരടക്കം അവർക്ക് ഭയങ്കര ഭയങ്കര യെസ് ആമേൻ ഹല്ലേലൂയ അതൊരു ഭയങ്കര സ്നേഹമുണ്ട്, വളരെ യെസ് വേദനയുണ്ട്, അല്ലെങ്കിൽ അവിടെ പറയുന്ന കരഞ്ഞ് ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന, പക്ഷേ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ അവർ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് അതിന്റെ പോയിന്റ് ഇരിക്കുന്നത്. അതായത് യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അത്ഭുതമൊക്കെ പ്രവർത്തിച്ചു, ഒക്കെ ചെയ്തു. പക്ഷേ യെസ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പലവട്ടം പറഞ്ഞ യേശുവിൻ്റെ ആമേൻ അത് വചനവും വിശ്വസിച്ചിട്ടില്ല. ആക്ച്വലി അങ്ങനെ നടന്ന് പ്രത്യക്ഷമായ ആൾക്കാരുടെ വാക്കും വിശ്വസിക്കുന്നില്ല. ആമേൻ ആമേൻ. ഇപ്പം പറ ആമേൻ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നത്. യേശു തന്നെ അവരെക്കുറിച്ച് പറയുന്നു ഹല്ലേലൂയ. അവിടെ എന്താ യേശു പറഞ്ഞ ഹല്ലേലൂയ ആമേൻ. യേശു അവിടെ ശാസിച്ചു. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, പിന്നത്തേതിൽ 11 ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായ്കയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ആരുടെ? സ്വന്തം ശിഷ്യന്മാരുടെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ, സുശീലൻ പാസ്റ്റർ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ, ഈ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ പ്രിയ ദൈവമക്കളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. യെസ് ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി വേദഭാഗം ഒക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും, പല കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ ഒന്നിനും ഒരു ഗുണം ഉണ്ടാവത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കൂടെ ഉണ്ടായിട്ട് യെസ് ഹല്ലേലൂയ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരണം, ഭൂതങ്ങളെ പുറത്താവണം, ഹല്ലേലൂയ സർപ്പങ്ങളെ പിടിച്ചടക്കണം, ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഹല്ലേലൂയ യെസ് പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഈ ദുഷ്ട പിശാച് നമ്മളെ പൂട്ട് പുറത്താക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ആവുകയും വേണം. ഹല്ലേലൂയ. അല്ലാതെ ഈ പുസ്തകം ഒരു കഥ പോലെ പഠിച്ചിട്ട് ഒന്നും കാര്യമില്ല. യെസ് അതിൻ്റെ അപ്പുറം നമ്മൾ അനുഭവിക്കുന്ന നമുക്കറിയാവുന്നതിൻ്റെ അപ്പുറേ ഉള്ള ശിഷ്യന്മാരോട് യേശു തന്നെ മുഖത്ത് നോക്കി പറയുക, യെസ് അമ്മേ അവരുടെ അവിശ്വാസത്തെയും യെസ് ഹൃദയ കാഠിന്യത്തെയും ശാസിക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? അതായത് ഹല്ലേലൂയ യെസ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ഈ സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു ശിഷ്യന്മാരല്ല
ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി കാണുന്നത്. അതിനകത്ത് ഇടയ്ക്ക് കുറച്ച് കാര്യം സംഭവിച്ചു. അപ്പോൾ തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, അത് കേവലം ആ പെന്തക്കോസ് അനുഭവം മാത്രമല്ല. കേവലം പെന്തക്കോസ് അനുഭവം മാത്രമല്ല. കാരണം അതിന് പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. ഇവിടെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ അന്യഭാഷ പറയുന്ന അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച ശക്തിപ്പെട്ട പല കാര്യങ്ങളും പല ശുശ്രൂഷയും ചെയ്യുന്ന ദൈവമക്കൾ തന്നെയാണ്. ആമേൻ. പക്ഷേ ഈ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോ, ഈ സർപ്പങ്ങളെ പിടിച്ചടക്കുന്ന കാര്യം വരുമ്പോ നമ്മൾ പതറിപ്പോയി. പല പ്രശ്നങ്ങളും സാത്താൻ പൂട്ടിയിട്ടേക്കുക. അതിനെ പിടിച്ചെടുക്കണ്ട. അവിടെ എഴുതിയേക്കുന്ന സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന പറഞ്ഞാൽ ശരിക്കും ടേക്ക് അവേ, ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് കളയുന്ന ഒരു സാധനം. ആ ഒരു അർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേക്ക് അവേ എന്ന് പറയുന്നത് ആ സാധനം എടുത്തങ്ങ് കള. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ ആ സാത്താനെ അല്ലെങ്കിൽ ദുഷ്ടനെ കൊടഞ്ഞു കളയുന്ന പോലെ ആ പിശാച് പൂട്ടിയിരിക്കുന്ന പൂട്ടിനെ ഇങ്ങനെ പിടിച്ചെടുത്ത് കളയാൻ പാകത്തുള്ള അഭിഷേകം വേണം. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഹല്ലേലൂയ. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ചില പുസ്തകത്തിന്റെ ചരിത്രം പോലെ ഇതൊന്നും പഠിച്ചാൽ പോരാ. ഹല്ലേലൂയ. there is something really അതൊരു നമ്മളെ ഹിൻഡർ ചെയ്യുന്ന ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. അതെന്താന്ന് വെച്ചാൽ വെരി സിമ്പിളാ. അവിശ്വാസവും ഹൃദയകാഠിന്യമാണ്. ഹല്ലേലൂയ. ഈ സാധനം മാറണം. ഹല്ലേലൂയ. ഇത് മാറുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഹല്ലേലൂയ. അത് സ്വന്തം ശിഷ്യന്മാർക്ക് വരെ ഈ പ്രശ്നമുണ്ടെങ്കിൽ, കാരണം അവിശ്വാസികൾ സ്വർഗത്തിൽ പോകില്ല എന്ന് വെളിപ്പാട് പുസ്തകം 21-ാമത്തിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവര് ഞാനത് ശരിക്കും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ ചോദിച്ചു, വെൻ ഈസ് ദ ടൈം ഇവരുടെ ഈ അവിശ്വാസവും ഹൃദയകാഠിന്യവും പോകണം. ഞാനിത് പല പ്രാവശ്യം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നില്ല. അവരോട് പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിനകത്തെ ആ 14-ാം വാക്യം അത് ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അത് എഴുതിയേക്കണേ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ഹൃദയം പണിയപ്പെടുക എന്നുള്ള കാര്യമുണ്ടല്ലോ, അത് ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ അത് പെരിഫറലി നമ്മുടെ കണ്ണിൽ പെടൂല. അല്ലേ? പക്ഷെ അതിനകത്ത് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മൂല കാരണം ഹൃദയകാഠിന്യവും അവിശ്വാസമാണ്. ഹല്ലേലൂയ. ആ കാര്യം നമ്മളത് ശരിക്കും അതിനു വേണ്ടി നമ്മൾ മെനക്കെട്ടിരുന്നേ പറ്റൂ. ഹല്ലേലൂയ. അതായത് ദൈവം എൻ്റെ ജീവിതത്തിൽ അവിശ്വാസത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഹൃദയ കാഠിന്യത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ, പല വീക്ക്നെസ്സുകൾ, പലവിധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മൾ ആ കാര്യത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അതിനകത്ത് ഉപവാസം എടുക്കുകയും അതിനകത്ത് വിടുതലെടുക്കുകയും ചെയ്യാതെ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ശിഷ്യന്മാർ ചെയ്ത പ്രവൃത്തി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ചില ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ചില ആത്മാവിൻ്റെ വരം ദൈവം തന്നതുകൊണ്ട് ചില ഇൻസ്റ്റൻസിൽ ചില കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹല്ലേലൂയ, ഈ ദുഷ്ടപ്പിശാച് അതിനകത്ത് മെയിൻ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സർപ്പങ്ങളെ പിടിച്ചെടുക്കണം നമുക്ക്. അതായത് നമ്മൾ വെരി സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാണ്, ഹല്ലേലൂയ, ഈ സാത്താൻ എങ്ങനെ നമ്മളെ പൂട്ടണേന്ന് അറിയാമോ? അല്ലെങ്കിൽ സാത്താൻ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അഡ്വാൻറ്റേജ് എടുക്കണേ? നമ്മളിത് പ്രാക്ടിക്കലായിട്ട് ഇത് കാണണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാപം വന്ന സാത്താൻ അവിടെ അഡ്വാൻറ്റേജ് എടുക്കും. ഈ പാപം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ദൈവം നമ്മളെ, അതായത് മരണകരമായ പാപം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോകുന്ന പാപം, അല്ലെങ്കിൽ ദൈവത്തിന് അവിടെ പിന്നെ ഇരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആ ഒരു ചില കാര്യങ്ങൾ വന്നാൽ പരിശുദ്ധാത്മാവ് അവിടെ ദുഃഖിച്ചു കൊണ്ടിരിക്കും, വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ചില മരണകരമായ സാധനം താൻ പോകും. ഹല്ലേലൂയ. ആ മുടിയൻ പുത്രന്റെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, മരിച്ച അവസ്ഥയിലോട്ട് നമ്മൾ പോകും. അപ്പോൾ സാത്താൻ്റെ സ്ട്രാറ്റജി ഞാൻ ഈ പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തി എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഈ വചനത്തിലൊക്കെ പഠിച്ച രീതിയിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സാത്താൻ നമ്മളെ പാപം എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് പാപപ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പ്രലോഭനത്തിലോ ടെംപ്റ്റേഷനിലോ പെടുത്തി ദൈവവും നമ്മളുമായിട്ടുള്ള ഇരിപ്പ് വശം തെറ്റിക്കും. ഇരിപ്പ് വശം തെറ്റിച്ച, ഹല്ലേലൂയ,
സാത്താൻ അടുത്ത അടുത്ത പടിയിലോട്ട് അവൻ അവൻ പയ്യെ അതൊരു ഒരു 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 മുതലാക്കി അവൻ എന്ത് ചെയ്യും? അവൻ നമ്മളെ പയ്യെ മോഷ്ടിച്ച് അറത്ത് മുടിച്ചുകൊണ്ടിരിക്കും. അവൻ നമ്മളെ പൂട്ടും. അവൻ എന്തെങ്കിലും നമ്മുടെ മേൽ അവൻ അത് നമ്മൾ ഇടും. അല്ലെ, അത് നമ്മളൊരു പ്രത്യേകമായ രീതിയിൽ അവൻ പൂട്ടും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. എപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, നമ്മുടെ എപ്പോഴും നമ്മൾ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ട, അല്ലെങ്കിൽ അത് ഏറ്റു പറയേണ്ട ആവശ്യമുണ്ട്. എന്തെങ്കിലും അബദ്ധവശാൽ വല്ല പാപം വന്നാൽ ഉടൻ തന്നെ നമ്മൾ അത് ദൈവത്തിന്റെ മുമ്പിൽ അത് അപ്രൈറ്റ് ആയിരിക്കണം. അത് അപ്പറൈറ്റ് ആയിരിക്കണം. ഇനി ഇനി ഒരു 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 പോയിന്റ് കൂടെ പറയാം. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ അത് ആത്മാർത്ഥമായി ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, ഉറപ്പായിട്ടും ക്ഷമിക്കും. എന്നിട്ട് നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന യേശുവിനോട് കൊടുക്കുകയും യേശുവിൻ്റെ ആത്മാവ് നമ്മൾ വരുന്ന ഒരു അവസ്ഥയും കൂടി നമ്മൾക്ക് മനസ്സിലായ വളരെ നല്ലതാണ്. ആ ഒരു ആ നമ്മൾ ഒരു ആത്മാവ്, അല്ലെങ്കിൽ നമ്മളിൽ ഒരു 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 സോളുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ബോഡി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായി അറിയണം. യേശുവിൻ്റെ കൊടുക്കണം, യേശു നമ്മുടെ അടുത്തോട്ട് വരികയും വേണം. അപ്പം ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, എന്തുകൊണ്ടാണ് യേശു പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. ഹല്ലേലൂയ. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അതായത് പത്രോസ് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ മൊമെന്റിൽ തന്നെ, പത്രോസ് പെർഫെക്റ്റ് അല്ല, അന്നേ പത്രോസ് അവസാനം ഇപ്പം നമ്മൾ ഈ വായിച്ച വാക്യം കഴിഞ്ഞിട്ട് യേശു പ്രത്യക്ഷവുമായി ഇത്രയും കാര്യം പറഞ്ഞിട്ട് പിന്നെ അത് കളഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയ ടീംസൊക്കെയാണ് പത്രോസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതിനുശേഷം അവര് ശരിക്കും ആ കാര്യം അനുദപിച്ച് അവരുടെ ഹൃദയത്തിലെ ആ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചപ്പോൾ ഐ ആം വെരി ഷുവർ അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിനെ അത് കൊടുത്തത് പ്രോപ്പർലി. ഹല്ലേലൂയ. കാരണം അതൊരു ഒരു 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 ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് നമ്മുടെ ജീവിതത്തിൽ. ഹൃദയകാഠിന്യം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. ബാക്കി അതായത് ഇവർക്കിങ്ങനെ ശിഷ്യന്മാർക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പറയണം. നമ്മളത് അഡ്രസ്സ് ചെയ്യാത്ത പ്രശ്നം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനം. പക്ഷേ ബൈബിളിൽ അത് ഒളിഞ്ഞു കിടക്കുക. സാധാരണഗതിയിൽ അത് പെട്ടെന്ന് വെളിപ്പെടുത്തില്ല. നമ്മളതിനകത്ത് ആഴത്തിലോട്ട് വരുമ്പോൾ, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ശരിയാവാത്തതെന്ന് വരുമ്പോൾ മാത്രമേ ആ ഒരു രീതിയിലോട്ട് ആമേൻ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും? സാത്താൻ ഓൾറെഡി നമ്മളൊരു എന്തെങ്കിലും പാപം സംഭവിച്ചു എന്ന് ഓർത്തോ, ഉറപ്പായിട്ട് അവൻ എന്തെങ്കിലും നമ്മളെ കെട്ടുന്ന മാതിരി, എന്തെങ്കിലും പൂട്ടണ മാതിരി ഒരു സാധനം ഇടും. അപ്പൊ നമ്മൾ വൺസ് പാപം നമ്മളോട് ഏറ്റു പറഞ്ഞാൽ പോലും മനസ്സിലാക്കണം, ഓർത്തിരിക്കണം, അവൻ എന്തെങ്കിലും പൂട്ടിട്ടിട്ടുണ്ടാവും. അപ്പൊ അത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികൾക്കാണ് അത് ആ ദൈവമായിട്ട് അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം കേട്ടതുപോലെ, ആ ഇടയനെ ശരിക്കും കേൾക്കുന്ന ആടാണെങ്കിൽ ഇടയൻ പറയും, എവിടെയാ പ്രശ്നം, എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം, നമുക്ക് കേൾക്കണം, ഇടയൻ പറയും എവിടെയാണ് നമ്മൾ ഊരിപ്പോകേണ്ടതെന്ന്, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറയുമ്പോൾ ദൈവം പറയുന്ന ആ മണ്ഡലങ്ങളെ ശാസിച്ച് അതിനകത്തെ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചു മാറ്റണം. സാത്താൻ അതിനെടുത്ത് സർപ്പത്തെ എടുത്ത് കൊടഞ്ഞു കളയണം. അല്ലെങ്കിൽ എന്താ പറ്റണേന്ന് അറിയാം, നമ്മൾ പാപമൊക്കെ ഏറ്റു പറയും, പക്ഷെ ആ പ്രശ്നം മാറില്ല, പ്രശ്നം അവിടെ തന്നെ എടുക്കും. അപ്പോൾ ആ പ്രശ്നം മാറണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേ നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും, വ്യക്തമായി സംസാരിക്കും, അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. പക്ഷെ ആ ഒരു സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. മിക്കവാറും സാത്താൻ നമ്മളെ എന്തെങ്കിലും പൂട്ടിയിട്ടുണ്ടാവും, ആ പൂട്ട് നമ്മൾ പൊളിച്ചിരിക്കണം, സർപ്പത്തെ എടുത്ത് കളയേണ്ടി വരും ആ പർട്ടിക്കുലർ മണ്ഡലത്തിൽ. അവൻ വെറും മണ്ടനൊന്നുമല്ല സാത്താൻ, നമ്മളായിരിക്കും മണ്ടന്മാർ. നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. നമ്മൾ എന്നിട്ട് പല കാര്യവും ഇങ്ങ് പോകും, ദൈവമേ അത് തരണമേ, ഇത് തരണമേ, അല്ലെങ്കിൽ അത് നടക്കണേ, ഇത് നടക്കണമേ. ഈ സാത്താൻ പൂട്ടിയിട്ടുണ്ടാവും നമ്മളെ. ആ ഒരു പർട്ടിക്കുലർ സാധനം അങ്ങനെ നടക്കാതിരിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അനുഗ്രഹമോ ആ ഒരു സൗഖ്യമോ ആ ഒരു ഡെലിവറൻസോ കിട്ടാതിരിക്കാൻ പാകത്തിന് അവൻ വെറും പർപ്പസ്ഫുള്ളിയും ടാക്റ്റിക്കലിയും ഒരു സ്ട്രാറ്റജിക്കലിയും നീങ്ങിയിട്ടുണ്ടാവും. അവൻ നമ്മളെ പാപത്തിൽ വീഴ്ത്തിയിട്ടുണ്ടാവും. ഇനി നമ്മളെന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ശാപവും ഉണ്ടാവും, അല്ലെങ്കിൽ പലവിധമായ രീതിയിൽ സാത്താൻ പ്രോഗ്രസ് ചെയ്യും.
നമ്മൾ അതിനകത്ത് അത്ര സെൻസിറ്റീവ് ആണെങ്കിൽ, ആത്മീയമായി സെൻസിറ്റീവ് ആണെങ്കിൽ, എവിടെയാ പ്രശ്നം പറ്റി, എവിടെയാ സാധാരണ അഡ്വാൻറ്റേജ് എടുത്തെന്ന് മനസ്സിലാക്കി അവിടുന്ന് അവനെ പിടിച്ച് പറിച്ചെടുത്ത് കുടഞ്ഞു കളയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇനി ഞാൻ വേറൊരു കേസ് പറയാം. നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥമായ ഒരു ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധവും പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയും നമ്മുടെ ആത്മാവ് യേശുവിൽ, യേശുവിൻ്റെ ആത്മാവ് നമ്മളിലും ആണെങ്കിൽ ഈ വ്യക്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വേറൊരു മർമ്മം പറയാം. ഇവിടെ തന്നെ യേശു തന്നെ അറ്റസ്റ്റ് ചെയ്യുവാണല്ലോ, ഈ അവിശ്വാസമുള്ള ഹൃദയകാഠിന്യമുള്ള ശിഷ്യന്മാരെ വെച്ചിട്ടല്ലേ യേശു എൻ്റെ ശുശ്രൂഷ ചെയ്തത്. അപ്പൊ യേശുവിന് ആ ശുശ്രൂഷ ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റില്ലേ? അതായത് നമ്മുടെ കുടുംബത്തെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ ആത്മീയ രീതിയിൽ അല്ലാന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ എല്ലാവരും ഒരേ രീതിയിൽ ആത്മീയ സംഭവത്തിലല്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അവരങ്ങനെ, അവരിങ്ങനെ, അവർ സാധനം ശരിയാവില്ല, അവർ കുറ്റം പറയാൻ ഒരു സാധനവും മാനുഷികമായി നമ്മൾ കുറ്റം പറയുമല്ലാതെ യേശു അത് ചെയ്തിട്ടില്ല. ബലഹീനമായ ഇവരെ വെച്ചിട്ട് ശുശ്രൂഷ ചെയ്ത് ആ ഒരു കാര്യം നേടിയെടുത്തവനാ യേശു. അപ്പോൾ വാട്ട് ഈസ് ദ ടെക്നിക്ക്? എന്താണ് യേശു അവിടെ ഉപയോഗിച്ചത് ടെക്നിക്ക്? ദൈവം എന്നെ പഠിപ്പിച്ച് ഞാനത് പ്രാക്ടീസ് ചെയ്തേ അത് ബലവത്തായി കണ്ടൊരു സാധനം ഞാൻ പറയാം. ഇപ്പം നമുക്കൊരു ടിപ്പ്, എൻ്റെ കുടുംബത്തെ തന്നെ കൂടിയോ, എൻ്റെ കുടുംബത്തിൻ്റെതായ അല്ലെങ്കിൽ അവരെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിലോട്ട് മുന്നോട്ട് നയിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ പാപവും ഓൺ ദ ബിഹാഫ് ഞാൻ ഏറ്റുപറയണം. അത് ഏറ്റുപറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റുപറയാം. അതിന് വി ഹാവ് ദ റൈറ്റ്. നമ്മൾ ശിഷ്യനാണെങ്കിൽ പറ്റും, ശിഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ. അതായത് ഐ ഹാവ് ദ റൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം യേശുവിനുണ്ടെങ്കിൽ, യേശുവെ എൻ്റെ കുടുംബത്തോട്, ആ വ്യക്തികളോട് ക്ഷമിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ക്ഷമിക്കുകയും ചെയ്യും. ആ അവർ ചെയ്ത പാപം നിമിത്തം സാത്താൻ അവരെ പൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകം അവരുടെ സ്വഭാവമോ അവരുടെ ആറ്റിറ്റ്യൂഡോ പ്രശ്നങ്ങളുടെ ബേസ് ആയിട്ടുള്ള റൂട്ട് എന്തെങ്കിലും പാപമായിരിക്കും. എന്നിട്ട് സാത്താൻ അവരെ കൊണ്ട് ഒരു പപ്പറ്റിനെ പോലെ അവരെ സ്വാധീനിച്ച് പല കാര്യം ചെയ്യിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ പാപങ്ങൾ ഏറ്റുപറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്. അന്ധകാര ശക്തികൾ അവർ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് ചവിട്ടി മെതിച്ച് അതിനെ പുറത്താക്കുക. അടുത്ത സ്റ്റെപ്പ്, ഈ ദുഷ്ടപിശാച് എൻ്റെ കുടുംബത്തിൽ വരാതിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, യെസ് ഹല്ലേലൂയ, യേശുവേ അവിടുന്ന് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തുദ്ദേശിച്ചോ അത് നേടിയെടുക്കണം. അന്നത്തെ ദിവസം ഇത് ആക്ച്വലി അതാത് ദിവസങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അതായത് യോബിൻ്റെ ഒക്കെ ആ പുസ്തകത്തിൽ ആ വാക്യം എഴുതിയേക്കുന്നത്, രാവിലെ തന്നെ എഴുന്നേറ്റ് ദുഷ്ടപിശാചിനെ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി. യെസ്, രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, യെസ് ആമേൻ, ദേശത്തെ കൈവശമാക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അന്ന് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രഭാതത്തോട് കൽപ്പന കൊടുത്തിട്ടാണ്, യെസ് ആമേൻ, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ, ആമേൻ. സഭയാണെങ്കിൽ ഇതേ ടെക്നിക്ക്. സഭയുടെ നാഥനാണെങ്കിൽ സകല വിശ്വാസികളും ഈ ഒരു ഉത്തരവാദിത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതം കാണാൻ പറ്റും. ഹല്ലേലൂയ, ഉറപ്പാണ്. ഇത് ദൈവത്തിൻ്റെ സിസ്റ്റം ഇത് തന്നെയാണ്. ഹല്ലേലൂയ, എൻ്റെയൊക്കെ ബിസിനസ്സിൽ ഞാൻ ഈ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അതിനെ ഓരോ വ്യക്തിയും, അത് അവിശ്വാസിയാണെങ്കിൽ പോലും, ഈ ലോകത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ പോലും, ഞാൻ കൽപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും അവിടെ എന്ത് പ്രവൃത്തി ചെയ്യണം. അതല്ലാതെ സാത്താനല്ല. എൻ്റെ ആക്ടിവിറ്റിയിൽ, എൻ്റെ ജൂറിസ്ട്രിക്ഷനിൽ, എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ എന്ത് നടക്കണമെന്ന് സാത്താനല്ല തീരുമാനിക്കേണ്ടത്. യേശു എന്നെ തന്ന ഉത്തരവാദിത്തത്തിൽ യേശുവാണ് തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കേണ്ടത്. യേശു എന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ നമ്മൾ എടുത്താൽ മാത്രമേ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, യേശു അതാ ചെയ്തേ. അവിശ്വാസവും ഈ പ്രശ്നമുള്ള ഇവന്മാരെ വെച്ചിട്ട് ദൈവം പല കാര്യങ്ങളും ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ അതാത് വ്യക്തികൾ അത് മനസ്സിലാക്കി. യേശു അവിടെ ശാസിച്ചു എന്ന് എഴുതിയേക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട. ശാസന എന്നുള്ള വാക്കല്ല അവിടെ. യേശു അതിനെ വിഷമിച്ചു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നോക്കി മോക്ക് ചെയ്തു എന്നൊക്കെയുള്ള വാക്കാണ്, ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഗ്രീക്ക് അറിയാവുന്നവർ നോക്കിക്കോ. അതായത് ശാസിച്ചു എന്ന് എഴുതി, ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ യേശു ഓൺ ദ ബിഹാവ്, യേശു അവരെ ഈ പറഞ്ഞ അതായത് ഇവരുടെ ഹൃദയകാഠിന്യവും, ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, യേശുവിന് ഇവരുടെ ഹൃദയത്തിലെ കാഠിന്യമോ അല്ലെങ്കിൽ സാധനങ്ങളോ മാറ്റാം, അവിശ്വാസമോ മാറ്റണമെങ്കിൽ നേരത്തെ മാറ്റായിരുന്നു. പക്ഷെ അതല്ല അതിൻ്റെ സിസ്റ്റം. അത് അവനവൻ തന്നെ മനസ്സിലാക്കി. സാത്താനെ മാറ്റാൻ പറ്റും, പക്ഷെ ദുർനിക്ഷേപത്തെ അവനവൻ തന്നെ മനസ്സിലാക്കി പുറത്ത് കളയണം, അവനവൻ തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷെ ആ ദുർനിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് സാത്താൻ കയറി വരണോ വരണ്ടായോ എന്ന്
ആ സഭയുടെ നാഥനോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥനോ അല്ലെങ്കിൽ ആ ടീമിന്റെ ലീഡർക്കോ തീരുമാനിക്കാം അവനൊരു വിശ്വാസിയാണെങ്കിൽ. പക്ഷെ അതാത് വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ അതാത് വ്യക്തി തന്നെ അത് മനസ്സിലാക്കിയിട്ട് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന കഴിച്ചതുപോലെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവം ഈ പ്രശ്നത്തിൽ നിന്ന് തന്നെ വിടുവിച്ചേ പറ്റുമെന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും. ഹല്ലേലൂയ. നമ്മളിത് ഇത് വ്യക്തമായിട്ട് ഇത് കാണുമ്പോൾ നമുക്കിത് പല ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒത്തിരി ഒത്തിരി പോയിന്റ് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാലോ ഈ മത്തായി സുവിശേഷം 14 അധ്യായത്തില് ഈ യോഹന്നാൻ സ്നാപകനെ അതായത് ആ ഹെരോദ്യ യോഹന്നാൻ സ്നാപകന്റെ തല ചോദിച്ചു. മകള് ചോദിച്ചു. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് ഒന്നാം അധ്യായത്തിലാന്ന് തോന്നുന്നു. അതെ. ഈ ഇവന്റെ മേല് ശരിക്കും പറഞ്ഞാൽ ഏലിയാവിന്റെ ആത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഈ സ്നാപകൻ യോഹന്നാന്റെ മേൽ ഈ ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിലാന്ന് തോന്നുന്നു. 1 അധ്യായത്തിൽ ഉണ്ട്. അപ്പോ പോയിന്റ് ഇതാണ്. അന്ന് ഏലിയാവിന്റെ തല വെട്ടാൻ വേണ്ടി ഇസബേൽ നോക്കിയിട്ട് നടന്നില്ല. പക്ഷേ അതേ ആത്മാവ് പേറിയ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിൽ അതേ ആത്മാവ് വഹിക്കുന്ന യോഹന്നാന്റെ കാര്യത്തിൽ അത് സാധിച്ചു. അതായത് സാത്താൻ അവിടെ അഡ്വാൻറ്റേജ് എടുത്തു. ഈ ഏലിയാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏലിയാവ് അതായത് ഈ യാക്കോബിൽ എഴുതിയിട്ടുണ്ട്. സമ സ്വഭാവമുള്ള മനുഷ്യൻ. അതിപ്പോൾ ഒത്തിരി പോയിന്റ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് ഏലിയാവ് ഈ പറഞ്ഞ മാതിരി ഈ ചൂരച്ചെടി അവിടെ ഈ ആഹാബിനെ അല്ല ഇസബേലിനെ പേടിച്ച് ഓടിപ്പോയി ഒക്കെ ശരിയാണ്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതിലും വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് അതിനുശേഷം. അവിടെ 1 രാജാക്കന്മാർ 19 അധ്യായം നമ്മൾ നോക്കുമ്പോൾ ദൈവം തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് ചില കാര്യങ്ങൾ പറയുന്നു. അപ്പം സിറിയ ആരാം രാജാവ് ഹസായേലാന്ന് തോന്നുന്നു. പുള്ളീനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ഏലീശിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടെ പറയുന്നു, ഞാൻ ആ വാക്യം ഒന്ന് എടുക്കട്ടെ. അപ്പൊ അതിന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ സമസ്വഭാവമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഈ പുള്ളി ദൈവം പറഞ്ഞതുപോലെ അല്ല ചെയ്തത്. ഏലിയാവ് ദൈവം പറഞ്ഞതുപോലെ അല്ല ചെയ്തത്. ഏലിയാവ് ഏലീശിനെ മാത്രമേ അഭിഷേകം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്നതിന്റെ പോയിന്റ് എന്നറിയാവോ? 1 രാജാക്കന്മാർ 19:17 മുതലുള്ള ഹസായേലിന് വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന് വാളിനെ തെറ്റിപ്പോകുന്നവനെ ഏലിശ കൊല്ലും, എന്നാൽ ബാലിന് ഓക്കെ. എന്നിട്ട് പുള്ളി 19 വാക്യം, അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സഫാത്തിന്റെ മകൻ ഏലിശയെ കണ്ടെത്തി. പക്ഷേ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന കാര്യം പുള്ളി വിട്ടു. അത് പിന്നെ ഏലിശയാണ് പിന്നീട് അത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിച്ചേ? അതായത് ഒരുത്തനെ മിസ്സാവൻ മറ്റവനെ പിടിക്കുക. ഏറ്റവും അവസാനമാണ് ഏലീശനെ ശരിക്കും പറഞ്ഞാൽ അഭിഷേകം ചെയ്തത്. ആ ഓർഡർ അങ്ങനെ തന്നെ എടുക്കേണ്ടതായിരുന്നു. പുള്ളി അത് ചെയ്തില്ല. അതിനകത്ത് കോൺസിക്വൻസ് വേറെ പിന്നെയും അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ആത്മാവ് പേറുന്ന യോഹന്നാൻ സ്നാപകൻ പക്ഷെ അവിടെ തലവെട്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്ന ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പോയിന്റാണ്. ഹല്ലേലൂയ. ഈ അതായത് ഇത്രയും ഹൈ ലെവലിലുള്ള ടീമിനെ കയറി സാത്താൻ ഓരോ പ്രത്യേകമായ രീതിയിൽ കയറി അറ്റാക്ക് ചെയ്യണത്. ഹൈ ലെവലിലുള്ള സംഭവത്തിന്. ഇവിടെ തന്നെ ഏലിയാവിന്റെ കാര്യത്തിൽ അവിടെ മിസ്സിങ് വന്നു. അത് ആ ഓർഡർ അങ്ങനെ, പ്രത്യേകിച്ച് ആ എഴുത്ത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. അതായത് ഒന്നിനെ മിസ്സാവുന്ന മറ്റവനെ ഏറ്റവും അവസാനത്തെ, അതായത് മറ്റവന്മാർ മിസ് ചെയ്തവനെയാണ് ഈ അവസാനം ഏലീശ കൊല്ലേണ്ടത്. അതായത് ഇവർക്ക് അഭിഷേകം കിട്ടാതെ ഇവരുടെ ഫംഗ്ഷൻ ഒട്ടും നടക്കത്തുമില്ല. പക്ഷെ ഇവർക്ക് അഭിഷേകം കിട്ടിയതില്ല. അത് പിന്നീട് ഏലീശയോട് ദൈവം പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. ദൈവം അവൻ ചെയ്തു, പക്ഷെ കുറച്ച് നാൾ പിടിച്ചു. പക്ഷെ അത് അവിടെ പ്രശ്നമുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ യാക്കോബ് അവൻ സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ ആ പ്രശ്നം മാത്രമല്ല, അവന്റെ പേടിയോ അല്ലെങ്കിൽ അവന്റെ മനസ്സ് പതറിയ അവസ്ഥയൊന്നുമല്ല. ഇത് ദൈവത്തിന്റെ കാര്യം അനുസരിക്കുന്നതിൽ പ്രശ്നം വന്നു. അപ്പോ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. ഹല്ലേലൂയ. ഈ നമ്മുടെ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച വാക്യമുണ്ടല്ലോ, ഈ യോഹന്നാൻ സ്നാപകൻ തന്നെ ഈ ദൈവത്തോട് ഈ യേശുവിന് ഇത് നീ തന്നെയാണോ ആളെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ വിശ്വാസത്തിനകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവിടെ. ഹല്ലേലൂയ.
അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്, അതായത് ഈ സർപ്പത്തെ പിടിച്ചെടുക്കുക എന്നുള്ള സാധനം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഈ ഹൈ ലെവലിലുള്ള ടീം പോലും പലപ്പോഴും പല രീതിയിലും പെട്ടുപോവുകയും ആകപ്പെടുകയും ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിലും. അല്ലേ? അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടേതായ ജീവിതത്തിന്റെ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി, ഹല്ലേലൂയ, യഥാർത്ഥമായി, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്ത് ദുർനിക്ഷേപവും ഹൃദയത്തിനകത്ത് കഠിനതയും ഹൃദയത്തിനകത്ത് അവിശ്വാസവും വെച്ചിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകത്തില്ല, സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. അതാണ് വലിയ കാര്യം. ഹല്ലേലൂയ. അത് നമുക്ക് മോശയുടെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിലൊക്കെ കാണാം. അങ്ങനെ ഓരോ വ്യക്തി ജീവിതം നമ്മൾ നോക്കുവാണെങ്കിൽ മോശയൊക്കെ എന്താണ് ചെയ്തത്? മോശേനെ അത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 40 വർഷം എടുത്തു. ആമേൻ. ആ 40 വർഷം എടുത്തിട്ട് മോശയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് മോശ ദൈവത്തിൽ നിന്ന് ശരിക്കും കേൾക്കുന്ന വ്യക്തിയായിരുന്നു. മോശേനെ വിളിച്ചപ്പം തന്നെ മോശയ്ക്ക് മനസ്സിലായത് ദൈവമാണ്. അതിനുശേഷം ഈ മോശ അതിനുശേഷം ഇങ്ങോട്ട് പോണ വഴിക്ക് ഈ മോശ ഒരു പർട്ടിക്കുലർ ആ മകൻ്റെ ആ സർക്കംസിഷൻ എന്നുള്ള പ്രശ്നം അതായത് അവിടെ വൈഫ് സമ്മതിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിച്ചത്. അവിടെ ദൈവം കയറി പിടിച്ചു, കൊല്ലുവാൻ പിടിച്ചു എന്ന് എഴുതിയേക്കണേ. അപ്പൊ ഈ ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഇതാ, ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ പ്രമാണത്തിനും ദൈവത്തിന് ഒരു കണ്ടുകട ഒരു 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 ടോളറൻസ് ഇല്ല. ദൈവത്തിന്റെ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുള്ളൂ. നമ്മളത് റെഡി ആയിക്കോണം. അപ്പൊ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ശരിക്കും ദൈവത്തെ കേൾക്കുന്ന മോശ, ശരിക്കും കുടുംബത്തെ റെഡിയാക്കിയ മോശ, അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞ മോശയുടെ ശുശ്രൂഷ തുടങ്ങിയത്. എന്നിട്ടാണ് മോശ അത്രയും കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ആ ചെയ്തത് മൊത്തമാണെങ്കിൽ തന്നെ ഫുള്ള് ദൈവത്തെ കേട്ടാണ്. ദൈവം വ്യക്തമായിട്ട് പറയും. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിലൊക്കെ പറയുമ്പോൾ മോശയ്ക്ക് പിൻ പോയിന്റ് ഇൻഫർമേഷൻ അറിയാം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണെന്ന് വ്യക്തമായി മോശയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് മോശ ഒരു ചോദ്യം ചോദിച്ചു, ആരെ എൻ്റെ കൂടെ അയക്കുമെന്ന് നീ പറഞ്ഞില്ലല്ലോ ദൈവമേ എന്നൊരു പരാതിയും പറഞ്ഞു. പക്ഷെ ദൈവത്തിന് അത് പറയാൻ പറ്റില്ല, കാരണം ദൈവത്തിന് അറിയും മോശ അവിടെ എത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു എന്ന പോയിന്റ്, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയകാഠിന്യം, അവിശ്വാസവും നമ്മുടെ ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് പോരാ ജയിക്കാൻ. ദൈവത്തിന് അത് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഡീപ്പ് ഇൻ അവർ ഹാർട്ട്, നമുക്ക് മാത്രമേ നമ്മുടെ പ്രശ്നം അറിയുള്ളൂ, നമ്മുടെ ഹൃദയം. ഇതിങ്ങനെ ബാക്കി പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പല ലോകത്തിലെ സകലമാന കാര്യങ്ങൾക്ക്, സകലമാന ഭൗതിക ആവശ്യങ്ങൾക്കും പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇത് കേട്ടോ, നമ്മൾ യഥാർത്ഥമായി നമ്മുടെ തന്നെ ഹൃദയത്തെ പണിയപ്പെടാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. കാരണം ശിഷ്യന്മാർക്ക് അത് സംഭവിക്കാമെങ്കിൽ, ഹല്ലേലൂയ, യഥാർത്ഥമായി ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉപവസിച്ച് വേർതിരിച്ചിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെടും. ഞാൻ ഈ കാര്യം വെളിപ്പെട്ടപ്പോൾ ഞാൻ 3 വർഷത്തോളം എടുത്തു എൻ്റെ പല സ്വഭാവങ്ങളും, ബാഡ് ഹാബിറ്റ് സംഭവങ്ങൾ മാറാൻ. അല്ലേ, വൺസ് അത് പണിയപ്പെട്ട നമുക്കതിനകത്ത് ഭയങ്കര ഇതുണ്ട്, നമുക്കൊരു വിജയമുണ്ട്. പക്ഷെ ഓരോ കല്ലും എവിടൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ, ഓരോ വീക്ക്നെസ്സിനെയും അഡ്രസ്സ് ചെയ്ത് ദൈവം ഇത് മാറ്റിയേ പറ്റൂ എന്ന് യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അത് മാറ്റുകയും ദൈവം നമ്മളെ പടിപടിയായി നമ്മളെ പണിയുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ.